അസ്സലാമു അലൈക്കും. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിപ്പോൾ എല്ലാം ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ, അതാണ്. അപ്പോൾ അത് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഇതറിയണം. അവർക്ക് ഷെയർ ചെയ്യണം. അതായത് ഈ ലഹരി മരുന്ന് നിർത്തലാക്കുക. ഓരോ വീട്ടിലും ഈ ലഹരി മരുന്ന് സർക്കാരിന് 3 ഇരട്ടി 4 ഇരട്ടി 10 ഇരട്ടി കോടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാട് ആകെ നശിച്ച് നാറാണക്കാൽ. ഓരോ വീടും കുളം തോണ്ടുകയാണ്. ഓരോ വീട്ടിലെ അമ്മമാരും മക്കളും പിന്നെ നെഞ്ചത്ത് കൈവച്ചിട്ടായിരിക്കണത്. അവരെ വീട് അനാദിയാകുകയാണ്. മക്കളില്ലാണ്ടാവും, തള്ളയില്ലാണ്ടാവും, തന്ത ഇല്ലാണ്ടാവും, വീട് പൊടിയും, പല പല പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത് ഈ ലഹരി മരുന്ന്. പിന്നെ വീട്ടിൽ പിന്നെ സ്വന്തം തന്ത തന്നെ മോളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കണം. അതൊക്കെ ഈ ലഹരി മരുന്നിന് അടിമയായിട്ടാണ്. എൻ്റെ പൊന്ന് മുഖ്യമന്ത്രിമാരെ, പ്രധാനമന്ത്രിയെ, ഇത് എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ പറയണം ഞാൻ. ഈ ലഹരി മരുന്ന് ഇല്ലാതാക്കുക. അതാണ് ഈ പീഡനം കൂടിപ്പോയത്. അത് ലോകമൊട്ടുക്കും ഇല്ലാണ്ടാക്കിനെ. ഈ ലഹരി മരുന്ന് ഇല്ലാണ്ടാക്കി ഇപ്പം അടുത്ത 5 വർഷമല്ലേ ഇനിയിപ്പോൾ വരണേ. ഈ അടുത്ത 5 വർഷത്തൊന്നും ഇല്ലാതാക്കി നോക്ക്. പുരോഗമിക്കൂലെന്ന് അറിയാല. എത്ര വീടും കുടുംബം അനാദിയാണ്. എത്ര വീട്ടിൽ പീഡനങ്ങൾ, ഗർഭിണിയായി, എത്ര ഓരോ മെഡിക്കൽ കോളേജിൽ വെച്ചാൽ എത്ര എണ്ണത്തിന് അലസിപ്പിച്ച് കളയണത് ഗർഭം ഉണ്ടാക്കിയിട്ട്. അതൊക്കെ നല്ല ബുദ്ധിയോടുകൂടെയല്ല ചെയ്യണത്. ഒരിക്കലും നല്ല ബുദ്ധിയോടുകൂടെ അല്ല ചെയ്യണത്. സ്വന്തം മോളെ പീഡിപ്പിക്കണം എന്തിനാ? ഒരു ചേട്ടൻ്റെ ഭാര്യ, അല്ലെ അനിയൻ്റെ ഭാര്യ, അല്ലെ വേറെ എന്ത്, അയൽവക്കത്ത് എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വഴി കൂടി പോണവരടുത്ത്. ഇത് നമ്മളെ കേരളത്തിൽ കുറവായിരുന്നു. പല പല സംസ്ഥാനത്തിലും ഉണ്ടായത് ഒക്കെ ഇപ്പം ഇവിടെ വന്നു തുടങ്ങി. ഇപ്പം ഇവിടെ ഒക്കെ കൂടി. അപ്പോൾ ഇതൊക്കെ എന്താ കാരണം? ഈ ലഹരി മരുന്ന്. അപ്പോൾ എൻ്റെ പൊന്ന് പ്രധാനമന്ത്രിമാരായാലും മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് നമ്മളെ കേരള മുഖ്യമന്ത്രി വേണ്ടത് ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം നിർത്തലാക്കുക. അല്ലെങ്കിൽ പിന്നെ റേഷൻ കാർഡ് കുറഞ്ഞവർക്ക് കൊടുക്കാതെ കൂടിയവർക്ക് കൊടുക്കുക. അത് കൂടാതെ 50 വയസ്സിന് മേലുള്ളവർക്ക് കൊടുക്കരുത്. അങ്ങനെയൊക്കെ ഒന്ന് ആക്കി നോക്ക്. അല്ലെങ്കിൽ മൊത്തം നിർത്തലാക്കിയാൽ എന്താ? ഓരോ വീടും കുടുംബം നശിച്ചിട്ടാണ് സർക്കാർ വലിയതാവണത്. ആണോ? ഈ ജനങ്ങളല്ലേ ഈ സർക്കാർ എന്ന് പറയും. ഈ ജനങ്ങളെ പൈസ കിട്ടിയിട്ടാണല്ലോ ഈ സർക്കാർ പുരോഗമിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്തത്? ഈ സർക്കാരിൻ്റെ പണം തന്നെ, ജനങ്ങളെ പണം തന്നെയാണ് ഈ സർക്കാരിലുള്ളത്. ഓരോ മനുഷ്യൻ്റെയും പൈസ തന്നെയാണ് ഈ സർക്കാരിന്. അല്ലാണ്ട് ഈ സർക്കാരിന് ഖജനാവ് എന്ന് പറഞ്ഞ് വെറുതെ മാന്തി എടുക്കുക. ജനങ്ങളെ കാശ് തന്നെയാണ്. മനസ്സിലായ? അപ്പം ജനങ്ങൾ നശിച്ചിട്ട് അവിടെ കുന്നുകൂടുക അല്ലേ? അത് പാടില്ല കേട്ടോ. എൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഞാൻ പറയുകയാണ്, ഇത് നിർത്തലാക്കുക. ഇത് ഷെയർ ചെയ്യുക. ഇത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കാണട്ടെ, ഇത് എത്തട്ടെ. എന്നാൽ ശരി, ബഹുമാന പുരസ്സരം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അല്ല, അലൈക്കും മുസ്സലാം, ലാൽ സലാം.